ഒരു ഫുൾ മന്ത് നിങ്ങൾ കഴിച്ചു തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ ഒരു മൂവി ടിക്കറ്റും ഞാൻ തരും. പക്ഷെ നമ്മളെ സബ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 1000 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പൊ തന്നെ വീഡിയോയിൽ സബ് ചെയ്ത് വെച്ചേ ഗൈസ്. അലൻ ജോസ് പെരേറയിൽ നിന്ന് കിട്ടിയേക്കണത്. എന്നിട്ട് നമ്മൾ നേരെ മേളിലേക്ക് പോണേണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫുൾ മന്തി ചലഞ്ച് സെറ്റ് ചെയ്യാൻ പോണത്. ഹാഫ് മന്തി ചലഞ്ച് ആണ് കേട്ടോ. ഓക്കെ, മേളിലേക്ക് പോവാം. നേരെ സോൾട്ട് റെസ്റ്റോറന്റിലേക്ക് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഹാഫ് മന്തി ചലഞ്ച് ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ നേരത്തെ അത് സെറ്റ് ചെയ്ത വെച്ചാൽ ഫുൾ മന്തി ചലഞ്ചാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ പുള്ളിക്ക് അത്ര ഫുൾ മന്തി കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കൊണ്ടിട്ട് നമ്മൾ ഹാഫ് മന്തി ചലഞ്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഹാഫ് മന്തിയാണ് കഴിക്കണമെങ്കിൽ 500 കിട്ടും. നമ്മുടെ സബ് ആയിരുന്നെങ്കിൽ 2000 തന്നെയായിരുന്നു. അതെ, ഇതിനു മുമ്പ് പോപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ സബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളെ സബ് അല്ല എന്തായാലും. അപ്പൊ സബ് ആയിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ എമൗണ്ട് പോലെ തന്നെ 2000 മൂവി ടിക്കറ്റ് എന്നുള്ള രീതിക്ക് തന്നെയാണ്. അത് മാത്രമല്ല നമ്മളെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. സബ് ആയിരുന്നെങ്കിൽ ആ പ്ലേ ബട്ടൺ അവരെ കൊണ്ട് അൺബോക്സ് ചെയ്യിപ്പിച്ചിട്ട് മൂവി ടിക്കറ്റ് എന്നുള്ള രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. ഇതിപ്പോ ഫുൾ മന്തിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. ഫുൾ മന്തി ആണെങ്കിൽ 1000 എന്നുള്ള രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷെ ഇതിപ്പോ ഹാഫ് മന്തി ചലഞ്ച്, അതായത് അത്രേ പറ്റത്തില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞേക്കാനുണ്ട്. ഹാഫ് മന്തി ചലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഹാഫ് മന്തി ഫുൾ ആയിട്ട് കഴിച്ചു തീർക്കുവാണെങ്കിൽ 500 രൂപ കിട്ടും. ഓക്കെ, നമുക്ക് ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഹാഫ് മന്തി കഴിക്കാനായിട്ട് 10 മിനിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എങ്ങനെ ടൈം വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ടൈം കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കുക സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് പേടിക്കണം, ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ഇപ്പൊ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഈ സോൾട്ട് റെസ്റ്റോറന്റിൽ തോപ്പുംപടിയിൽ നിങ്ങൾ ഇതുവരെ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ വന്ന് നോക്ക്. നൈസ് ആംബിയൻസിൽ നിങ്ങൾക്ക് ഇരുന്നിട്ട് കൊച്ചിയുടെ വൈബ് കണ്ടിട്ട് പഴയ പാലമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നൈസ് ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ, പീസ്ഫുൾ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ് കേട്ടോ. നമ്മളുടെ മന്തി ഇവിടെ വന്നിട്ടുണ്ട്. നല്ല കിടിലൻ മന്തി. ഇത് നമുക്ക് നേരെ കൊണ്ട് വെച്ച് കൊടുക്കാം. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇത് ഇത്രയുണ്ട് പോർഷൻ. ഇത് ഏകദേശം ഒരു ഹാഫ് പോർഷൻ ഉണ്ട്. 2 പേർക്ക് കഴിക്കാനുള്ള ഈ ഹാഫ് പോർഷൻ ഉണ്ട്. നമുക്കിപ്പോ 10 മിനിറ്റ് വെച്ചാണ് ടൈം സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് എന്തായാലും അവിടെ വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം കഴിക്കണമെന്നാണോ? ഇത്രയും കഴിച്ചാൽ മതി. അതല്ല, ഇത് കഴിക്കാൻ തീർക്കണം. മൈനസ് വേണ്ടെങ്കിൽ വേണ്ട. മൈനസ് കഴിക്കാം. ഇത് ഇപ്പൊ ഞാൻ പറയാം, ഈ ഇരിക്കുന്ന സാധനങ്ങൾ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് മാത്രം കഴിച്ചു തീർത്താൽ. ഈ ചിക്കൻ കഴിക്കണമെന്നല്ല. ചിക്കൻ കഴിക്കണം. അതല്ലേ ചലഞ്ച്. ഈ ഇരിക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കണ്ട. ഇത് കഴിച്ചില്ലെങ്കിലും മൈനസ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷനിലാണ്. പക്ഷെ നമുക്ക് മന്തി തീർത്താൽ മതി. ഇവിടെ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. മന്തി ഉണ്ട്. ഇത് ഫുള്ള് കഴിച്ചു തീർക്കുക. 10 മിനിറ്റ് ടൈം. ഈ 10 മിനിറ്റിനുള്ളിൽ ടൈമിൽ ഈ രണ്ട് പോർഷൻ മന്തി കഴിച്ചു തീർക്കുവാണെങ്കിൽ 500 കിട്ടും. ശരിക്കും ഞങ്ങൾ ചലഞ്ച് വെച്ചത് ഫുൾ പോർഷൻ ആയിരുന്നു. ഫുൾ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ, സബ് ആയിരുന്നെങ്കിൽ 2000. ഓക്കെ, ഇതിപ്പോ ഇത് മാത്രം കഴിച്ചു തീർത്തു കഴിഞ്ഞാൽ 500. 10 മിനിറ്റ് ടൈം. ഓക്കെ, ഈ സാധനങ്ങൾ കഴിക്കുന്നുണ്ടോ? ഏതാണ്? അതും കുഴപ്പമില്ല, അതൊക്കെ വേണം കഴിച്ചാൽ മതി. ചിക്കനും റൈസും തീർന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. 10 മിനിറ്റ് ആണ് ടൈം നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. ചലഞ്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്ടാ. സ്റ്റാർട്ട്. ഓക്കെ, കഴിച്ചു. നമുക്ക് ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയതാണ് കേട്ടാ. ചലഞ്ച് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സ്പീഡിൽ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തോപ്പുംപടിയിൽ ഈ സോൾട്ടിൽ റെസ്റ്റോറന്റിൽ നമ്മൾ ചലഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ആളെ കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇവിടെ വന്ന് നിന്ന് ഞാൻ അപ്പുറത്തൊക്കെ തിരക്കിന്റെ കിടക്കൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടതാണ് അലൻ ജോസ് പെരേരനെ. ഇനിയിപ്പോ ടെൻഷൻ ഒന്നും വേണ്ട, കഴിച്ചു തീർക്കാൻ പറ്റില്ലെങ്കിൽ മന്തി എങ്ങനെ കഴിച്ചിട്ട് പോകാലോ. ആ ഒരു ഹാപ്പിനെസ് കിട്ടിയില്ലേ. പുള്ളി വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ആളായിരുന്നു. ഏതോ ഒരു പടത്തിന് പോയിട്ട്, ഏത് പടമായിരുന്നു? പുഷ്പക വിമാനത്തിന് പോയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ആളായിരുന്നു. ഞാൻ പിടിച്ചോണ്ട് വന്നിട്ട് ചലഞ്ച് ചെയ്യിപ്പിക്കുവാണ്. നമ്മുടെ കയ്യിൽ പ്ലേ ബട്ടൺ വന്നിരിപ്പുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. നമ്മളുടെ ഒരു സബിനെ വെച്ച് അൺബോക്സ് ചെയ്യിപ്പിക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ ആ പ്ലേ ബട്ടൺ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ സബ് അത് കഴിഞ്ഞിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഒരു സബ്ബാണ് നമ്മുടെ ചലഞ്ച് വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ആ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ തന്നെ വീഡിയോയിലോട്ട് സബ് ചെയ്ത് വെച്ചേ ഗൈസ്. നമ്മുടെ ടൈം ഓൾമോസ്റ്റ് 1 മിനിറ്റും 10 സെക്കൻഡിലേക്ക് കടന്നിരിക്കുന്നതാണ്. നമുക്ക് വെള്ളം ഒരു ചിക്കൻ പീസ് ഏകദേശം തീരാറായിട്ടാ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, ഒരു ചിക്കൻ പീസ് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഇനി ഒരു ചെസ് പീസ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചെസ് പീസ് കൂട്ടുകാരായിട്ടൊക്കെ മന്തി കഴിക്കാൻ പോകുമ്പോൾ ചെസ് പീസ് ചോദിച്ചു വാങ്ങുന്ന ഒരു ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യട്ടാ. ചെസ് പീസിന് ഒരെണ്ണം ബാലൻസ് ഉണ്ട്. നമ്മുടെ ലെഗ് പീസ് ഓൾമോസ്റ്റ് നല്ല തീർന്ന് വേണേ പറയാം. ചലഞ്ച് നമുക്ക് ഇവിടെ ഏകദേശം 1 മിനിറ്റും 50 സെക്കൻഡും ആയിട്ടിരിക്കുന്നുണ്ടാ. നിങ്ങൾ എന്തായാലും സോൾട്ട് റെസ്റ്റോറന്റിൽ വന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. പനമ്പള്ളി നേരിലും തോമ്പടിയിലൊക്കെ അവർക്ക് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഫുഡ് എന്തായാലും കുഴപ്പമൊന്നുമില്ല, തെറ്റില്ല. മന്തി എങ്ങനെയുണ്ട്? കൊള്ളാം, കഴിക്കാൻ പറ്റുന്നുണ്ടല്ലേ? ടൈം നമുക്ക് ഇവിടെ ഏകദേശം 2 മിനിറ്റും 36 സെക്കൻഡ് ഇവിടെ കവർ ആയിട്ടുണ്ട്. ഇവിടെ
2 മിനിറ്റും ഓൾമോസ്റ്റ് 36 സെക്കൻഡ് നമുക്ക് ഇവിടെ കവർ ആയിരിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഏകദേശം ഫുഡ് ഓൾമോസ്റ്റ് ഇത്രയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇത്രയും കൂടി കഴിച്ചു തീർത്താൽ മാത്രം മതി. ഈ ക്യാബേജ് എന്തായാലും വേണ്ടെന്നാണ് പറഞ്ഞേക്കണത്. അതങ്ങനെ സാധനങ്ങളൊന്നും വേണ്ട, ആവശ്യമുള്ള സാധനം വെച്ച് കഴിച്ചാൽ മതി. നമ്മളിനി ഒരു ഫുൾ മന്തിയുടെ ചലഞ്ചും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പറ. ഞാൻ ഒരു 20 മിനിറ്റ് ആണ് അതിനുവേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെക്കൻ ഇവിടെ വെച്ചിട്ട് തന്നെ ഒരു ചെക്കൻ കഴിച്ചത് നിങ്ങൾ ഓർക്കണോടാ. അടിപ്പനായിട്ട് 5 മിനിറ്റ് എടുത്തില്ല, അവൻ ആ ഒരു ക്വാർട്ടർ പോർഷൻ തീർത്ത് കളഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഒരു ക്വാർട്ടർ പോർഷൻ 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 20 മിനിറ്റ് കൊണ്ട് ഒരു ഫുൾ പോർഷൻ കഴിക്കണമെന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റത്തില്ലേ? അങ്ങനെ കഴിച്ച് തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 1000 രൂപ കിട്ടും. അത് മാത്രമല്ല, സബ് ആണെങ്കിൽ 2000 രൂപയും ഒരു മൂവി ടിക്കറ്റും കിട്ടും. ഓക്കെ, ഇപ്പൊ ഇവിടെ ചലഞ്ച് ഏകദേശം പകുതിയിലേക്ക് കടന്നിട്ടിരിക്കുന്നതാണ് കേട്ടോ. 3 മിനിറ്റും 39 സെക്കൻഡും ആയിട്ടുണ്ട്. 3 മിനിറ്റും ഓൾമോസ്റ്റ് 4 മിനിറ്റ് ആകാൻ പോകുമ്പോ ഇത് ഓൾമോസ്റ്റ് തീരാറായി. ഇനി ഒരു ചെസ്റ്റ് പീസ് ഇരിപ്പുണ്ട് കേട്ടാ. ഒരു ചെസ്റ്റ് പീസ് ഇനി ബാലൻസ് ഇരിപ്പുണ്ട്. ഒരു ലെഗ് പീസ് എന്തായാലും ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചെസ്റ്റ് പീസും കൂടിയുള്ള ബാലൻസ്. നമുക്ക് ടൈം ഏകദേശം കഴിക്കാൻ പറ്റണോ? എങ്ങനെയുണ്ട്? ടൈറ്റ് ആയാ? പെടുവാ? നമുക്ക് ഏകദേശം ഇവിടെ 4.5 മിനിറ്റ് കവർ ആകാൻ പോണേണ്. കുറച്ച് സ്ലോ ആകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കുഴപ്പമില്ല, കഴിച്ചോ അഞ്ഞു പിടിച്ചാൽ നടക്കും. കാരണം 5 മിനിറ്റ് ഓൾമോസ്റ്റ് 5 മിനിറ്റ് കവർ ആകാൻ പോണ സമയത്ത് ഒരു ലെഗ് പീസും തീർന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് പകുതിയോളം റൈസും തീർന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള 5 മിനിറ്റ് കൊണ്ടിട്ട് ഈ ചെസ്റ്റ് പീസും ഈ ബാലൻസ് ഉള്ള റൈസും തീർക്കാൻ പറ്റാവുന്നതാണ്. മാക്സിമം ട്രൈ ചെയ്യണ പോലെ നമ്മളുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും. മയണൈസ് ഉപയോഗിക്കത്തില്ല, അത് ഒരു കാര്യമാണ്. പക്ഷേ ഉണ്ടല്ലോ, മയണൈസ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അടിപ്പനായിട്ട് ഇറങ്ങിപ്പോകൂട്ട, അത് വേറൊരു കാര്യം. ഓൾമോസ്റ്റ് ചെസ്റ്റ് പീസിന്റെ പകുതി പോർഷൻ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി ചെസ്റ്റ് പീസിന്റെ ഒരു പകുതി പോർഷനും കൂടി ഇതിന്റെ അകത്തുണ്ട്. പാത്രത്തിൽ ഇപ്പൊ നിറഞ്ഞാണ് ഇരിക്കണത്. ഇതും കൂടി തീർത്താൽ മതി. ഏകദേശം 6 മിനിറ്റ് ഇവിടെ കവർ ആയിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് ആണ് ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു 6 മിനിറ്റ് ഇവിടെ കവർ ആയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ കൊടുത്ത ടൈമിന്റെ പകുതി കൂടുതലായിട്ടുണ്ട്. അപ്പോഴേക്കും ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയുള്ള 4 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ തീർക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ വീഡിയോയിൽ സബ് ചെയ്ത് വെച്ചേ ഗൈസ്. അടുത്തത് നമ്മള് വേറെ ജില്ലകളിലൊക്കെ വന്നിട്ട് ചലഞ്ച് ചെയ്യണമെന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ കമന്റ് ചെയ്യണോണ്ട് ഇന്ന ജില്ലയിലൊക്കെ വാ, ആ ജില്ലയിൽ ഞങ്ങളുണ്ട്, ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കമന്റ് ഒക്കെ ചെയ്യണുണ്ട്. അപ്പൊ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണുണ്ട്. നിങ്ങളുടെ ജില്ലയിലുള്ള നൈസ് റെസ്റ്റോറന്റുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഗൈസ്. നമുക്ക് നോക്കാം, പ്ലാൻ ചെയ്യാം. 7 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട്. ചലഞ്ച് ഇത്തിരി ഡൗൺ ആണ്. 7.5 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് 2.5 മിനിറ്റും കൂടി ഉണ്ടാവും. ടൈറ്റായി, ഏകദേശം ഇവിടെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫുൾ പോർഷൻ എന്തായാലും കഴിക്കാൻ പറ്റില്ലായിരുന്നല്ലേ? ഫുൾ പോർഷൻ എന്തായാലും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ആളെന്തൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്ന പറഞ്ഞത്. അപ്പൊ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് വന്നായിരുന്നിട്ടാ. അപ്പൊ പിന്നെ അധികം കുറ്റം പറയാൻ പറ്റത്തില്ല. പൊറോട്ടയും ബീഫും കഴിച്ചിട്ടാണ് വന്നേച്ചത്. എന്നാലും ചലഞ്ച് തന്നെയാണല്ലോ. പക്ഷെ ഏകദേശം ഇവിടെ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി കാണിച്ചിട്ടുണ്ട്. ഇത് തീരുമെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. ഓൾമോസ്റ്റ് എക്സ്ട്രാ ടൈം വേണമെങ്കിൽ തന്നെ തരാം, നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഒരുപാടായിട്ട് പറ്റൂല. നമുക്കിവിടെ 8 മിനിറ്റും 8.5 മിനിറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 8.5 മിനിറ്റ് ഓൾമോസ്റ്റ് ആയപ്പോഴും ഈ ചലഞ്ച് ഇവിടെ നമുക്ക് ഏകദേശം തീർക്കാനായിട്ട് എത്തിയിട്ടില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ട് ഇത്രൂടെ വേണമെങ്കിൽ ഒന്ന് സ്പീഡിൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലേറ്റിലുള്ള പോർഷനെങ്കിലും തീർക്കാൻ പറ്റില്ല. ഈ പ്ലേറ്റിനുള്ള പോർഷൻ പോലും തീരൂല്ലെന്നൊക്കെയാണ് കേട്ടോ പറയണത്. 9 മിനിറ്റ് ആയി. ഇനി ശരിക്കും 1 മിനിറ്റ് ആണ് നമുക്കിവിടെ ഉള്ളത്. വന്നേച്ചാ ഒരു പവറങ്ങാട് കിട്ടുന്നില്ലല്ലോ. ഒരു ആവേശത്തിൽ കുറച്ച് കഴിച്ചതാണ്. ഈ ഒരു 30 സെക്കൻഡും കൂടിയുള്ളു. ഇനിയിപ്പോ എന്തായാലും തീരൂല എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു ഹെൽപ്പിനായിട്ട് ഞാൻ കുക്കുമ്പർ വെച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 10 മിനിറ്റ് കവറായി. ചലഞ്ച് നമുക്കിവിടെ ടൈം ഔട്ട് ആയിരിക്കുന്നതാണ്. ഓൾമോസ്റ്റ് അല്ല, 10 മിനിറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എക്സ്ട്രാ ടൈം ഒരു 2 മിനിറ്റ് കൊടുക്കായിരുന്നു. പക്ഷെ ചലഞ്ച് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അപ്പൊ ഓക്കെ, ചലഞ്ച് തീർക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താലാണ് ആ ക്യാഷ് എമൗണ്ട് ഉള്ളത്. അല്ലെങ്കിൽ മന്തി കഴിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. എന്നാലും ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ഓക്കെ, ചലഞ്ച് ഇവിടെ തീർന്നിരിക്കുന്നതാണ്. ടയർഡായ കുഴപ്പമുണ്ടാ? ചെറുതായിട്ടാ ടൈറ്റ് ആയല്ലേ? കുറച്ച് ടൈറ്റ് ആയി. അപ്പൊ ചലഞ്ച് ഇവിടെ നമ്മളുടെ ഏകദേശം തീർന്നിരിക്കുന്നതാണ്. ബാലൻസ് ഉണ്ടായിരുന്നത് നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ബാലൻസ് ഉണ്ടായിരുന്ന മന്തി നമ്മൾ എന്തായാലും പാഴ്സൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? ഓക്കെ ശരി. അപ്പൊ ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് താങ്ക് യു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.